കരൂർ ദുരന്തത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തമിഴക വെട്രിക്കഴകം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകും. മുഹമ്മദ് റഹീസുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, അപ്പോൾ ഈ മുന്നിൽ വരാൻ പോകുന്ന നിയമപോരാട്ടങ്ങൾ അത് മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ TVക്ക് എന്ത് നടപടിയിലേക്ക് കടക്കാനാണ് ആലോചന, മുഹമ്മദ് റഹീസ്? തീർച്ചയായിട്ടും അത്തരം നിയമപ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയ് അല്പസമയം മുൻപ് അത്തരത്തിലൊരു യോഗം ചേർന്നത്. ഓൺലൈനായിട്ട് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിളിച്ചു ചേർത്ത് അദ്ദേഹം ഒരു യോഗം ചെയ്തു. TVKയുടെ പല എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെത്തി ഈ ഒരു സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമാകും വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് കോടതി അവധിയാണ്. അഭിഭാഷകന്റെ ഈ ജഡ്ജിയുടെ വീട്ടിലെത്തി ഇത്തരത്തിലൊരു ഹർജി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വിജയ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ആ ഒരു സംഭവത്തിൽ കൂടുതലായിട്ടും അവർ ഒരു അട്ടിമറി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രം വന്ന ഒരു പിഴവല്ല, മറിച്ച് മറ്റെന്തോ കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി അവർ വിചാരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നിലവിൽ നൽകാനുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് അഭിഭാഷകരുമായി സംസാരിച്ച ശേഷമാണ് വിജയ് അദ്ദേഹത്തിൻ്റെ അടുത്ത 2 ദിവസത്തെ പര്യടനം, അതായത് 2 ജില്ലകളിലെ പര്യടനം, ഈ ശനിയാഴ്ച നടത്താനിരിക്കുന്ന റാണിപ്പെട്ടിലെയും ഒക്കെ പര്യടനം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അതായത് ഇതിലൊരു CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വിജയ് മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം അത് കോടതിയിൽ അത് ആവശ്യപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും പോലീസിനെ യാതൊരു തരത്തിലും കുറ്റപ്പെടുത്താത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താത്ത, ഒരു ആരോപണവും ഉന്നയിക്കാത്ത തരത്തിലുള്ളൊരു അന്വേഷണ റിപ്പോർട്ടാകും വരിക എന്നാണ് TVക്ക് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ അവർ കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് TVക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് TVKയുടെ ലീഗൽ ടീം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ, ഇതേ ഹൈക്കോടതിയാണ് ഈ റാലിയുമായി ബന്ധപ്പെട്ടിട്ട്, സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ടിട്ട്, നേതാക്കളുടെ യാത്രയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടൊരു മാനദണ്ഡം കൊണ്ടുവരണം, ജനങ്ങളുടെ ജീവിതത്തിന് വിലയില്ലേ, ജീവന് വിലയില്ലേ എന്നൊക്കെയും ചോദിച്ച ഹൈക്കോടതിയുടെ മുന്നിലേക്ക് TVക്ക് എത്തുകയാണ്. അവിടെ TVക്ക് മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങളുടെ റാലിയിൽ 39 പേർ മരിച്ച ഒരു സംഭവം, ആ സംഭവത്തിൽ ഒരു അന്വേഷണം, CBIയുടെ അന്വേഷണം വേണം എന്ന തരത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരത്തിലേക്ക് ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിജയ് ഇപ്പോൾ എന്തായാലും ഈ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചില നേതാക്കളൊക്കെയും ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചില വിവരങ്ങളുണ്ട്. പക്ഷേ അവരാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. അതാണ് വിജയ് ഓൺലൈനായി പലപ്പോഴും ഇത്തരത്തിലുള്ള യോഗങ്ങളും മറ്റുമൊക്കെ ചേർന്നത്. നേതാക്കളോട് തൽക്കാലം ഇങ്ങോട്ടേക്ക് വരേണ്ട, കാരണം അവരും കൂടി ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അവർക്ക് അകത്തേക്ക് കടന്നു പോവുക പ്രയാസമാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓൺലൈനായി ചേരുന്ന യോഗങ്ങളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും വന്നത്, ഒന്ന് ഈ റാലി മാറ്റിവെക്കുക, 2 ഹൈക്കോടതിയെ സമീപിക്കുക. റാലി മാറ്റിവെക്കുക എന്നുള്ളത് ഒരാഴ്ചത്തെ പരിപാടി മാറ്റിവെക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി തീരുമാനിച്ചു. പക്ഷേ അത് 3 ആഴ്ചയിലെ പരിപാടിയെങ്കിലും നീട്ടിവെക്കണം എന്നുള്ള തരത്തിലേക്കാണ് ചർച്ച പോയത്. അത് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ റാലി ഒരു പക്ഷേ അനിശ്ചിതകാലത്തേക്ക് തന്നെ വിജയുടെ സംസ്ഥാന പര്യടനം മരവിപ്പിക്കാൻ, അത് നീട്ടിവെക്കാനൊക്കെയും തീരുമാനമാകും. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴേക്കും വിജയ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിലൊരു അട്ടിമറി ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ആരോപണം പോലെ തങ്ങളുടെ ഭാഗത്തു നിന്നല്ലാത്ത എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു കൃത്യമായ അന്വേഷണം നടത്തണം, അതിലൊരു റിപ്പോർട്ട് വേണം. റഹീസ്, നേരത്തെയും ഈ വിജയുടെ റാലികളുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നുവല്ലോ. അന്നൊക്കെ കോടതിയുടെ, ഇപ്പോൾ ഈ വേദി ലഭിക്കുന്ന കാര്യത്തിലൊക്കെ കോടതിയുടെ ഉൾപ്പെടെ ഇടപെടലൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, നേരത്തെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ ഇത്തരം റാലികൾ നടത്തുമ്പോൾ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ, അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, TVക്ക് തന്നെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ കോടതിയുടെ നിർദ്ദേശങ്ങൾ തന്നെ നിലവിലുള്ളതല്ലേ മുഹമ്മദ് റയീസ്?
ഉന്മേഷ്, അത്തരത്തിലൊരു നിബന്ധന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമാവലി ഏർപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനോട് അക്കാര്യത്തിൽ അഭിപ്രായം തേടി. സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ 20 ദിവസം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് 2 ദിവസം മുൻപ് മാത്രം പരിഗണിക്കപ്പെട്ട ഒരു ഹർജിയാണ്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച പരിഗണിക്കപ്പെട്ട ഒരു ഹർജി. ആ ഹർജിയുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ അതിൽ മറുപടി നൽകണമെന്ന് കോടതി ഒരാഴ്ച മുമ്പ് അറിയിക്കുന്നു. അങ്ങനെ ഈ വ്യാഴാഴ്ച അത് വീണ്ടും പരിഗണിക്കുമ്പോൾ അതിൽ 20 ദിവസം തങ്ങൾക്ക് അതിൽ മറുപടി നൽകാൻ വേണം എന്ന് സർക്കാർ വാദിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അടുത്ത ഒക്ടോബറിൽ ഈ കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞു കോടതി മാറ്റിവെക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ TVKയാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയിലേക്ക് എത്തുന്നത്. അതായത് തങ്ങളുടെ റാലിക്ക് അനുമതി നിഷേധിക്കുന്നു, തങ്ങൾ ആവശ്യപ്പെടുന്ന വേദികളിൽ റാലിക്ക് അനുമതി നൽകുന്നില്ല. ഇക്കാര്യമൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TVK നൽകിയ ഹർജിയിലാണ് കോടതി സത്യത്തിൽ TVKക്കെതിരെ ഉൾപ്പെടെ വിമർശനം നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്തിയിരുന്നത്, അതായത് ജനങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ വിലയുണ്ട്, അവരുടെ അതുമാത്രമല്ല അവരുടെ സ്വൈര്യ വ്യവഹാരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് നേതാക്കളുടെ റാലി മാറരുത്. തമിഴ്നാട്ടിലൊരു അടിക്കടി നിരവധി റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ അവിടെ DMKയുടെ ഭാഗത്ത് നിന്ന് 3 പ്രധാനപ്പെട്ട പരിപാടികൾ നടന്നു വരുന്നു. ഉദയനിധി സ്റ്റാലിൻ മണ്ഡല തലത്തിലെത്തിക്കൊണ്ട് ജനങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ കാണുന്നു. അതിനപ്പുറം എടപ്പാടി പളനിസ്വാമി പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം സംസ്ഥാന പര്യടനത്തിലാണ്. 2 ദിവസം മുൻപാണ് അദ്ദേഹം ഈ കരൂരിൽ ഇതേ വേദിയിൽ സംസാരിച്ചു പോയത്. പിന്നീട് ഇപ്പോൾ വിജയ് റാലി നടത്തുന്നു. അപ്പോൾ എടപ്പാടി പളനിസ്വാമിയോ അല്ലെങ്കിൽ DMKയുടെ നേതാക്കളോ എത്തുമ്പോൾ രാഷ്ട്രീയമായി അവിടേക്ക് എത്തുന്ന ആളുകളല്ല, മറിച്ച് വിജയുടെ പരിപാടി വരുമ്പോൾ അവിടെ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തും. അത്തരത്തിൽ ആളുകൾ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തിക്കും തിരക്കും പരിഗണിച്ച് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു ആശങ്ക മുന്നോട്ട് വെച്ചത്. കോടതിയുടെ ഒരു ആശങ്ക പരിഗണിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാർ ഒരു നിയമാവലി ഉണ്ടാക്കണം. അത് മാത്രമല്ല, ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ കേസുകളുണ്ട്. ഈ TVKയുടെ പരിപാടികൾ തന്നെ എയർപോർട്ടിൻ്റെ വസ്തുക്കൾ തന്നെ, എയർപോർട്ടിൻ്റെ മുതൽ തന്നെ നശിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയും കണ്ടിരുന്നു. ഒരു തരത്തിലും ഒരു നിബന്ധനയും പാലിക്കാതെ എല്ലാം കാറ്റിൽ പറത്തി സർവ്വതും തകർത്തുകൊണ്ടാണ് വിജയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ, ആരാധകരൊക്കെയും പാഞ്ഞെടുക്കുന്നത്. ഇതൊക്കെയും കണ്ടുകൊണ്ടാണ് ഈ കോടതി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ അതിന് 20 ദിവസത്തെ സമയമായിരുന്നു തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടത്. ആ സമയം കോടതി നൽകുകയും ചെയ്തു. അതിലൊരു നിയമാവലി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ പര്യടനം നടത്തുന്നതിന് മുൻപ് ഇത്തരത്തിൽ പാർട്ടികളിൽ നിന്ന് പണം വാങ്ങി വെക്കണം, മുൻകൂറായി പണം വാങ്ങി വെക്കണം. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായാൽ അതിൽ നിന്ന് അത് ഈടാക്കണം, അല്ലെങ്കിൽ അതിൽ കവിഞ്ഞു പോയാൽ കൂടുതൽ പണം വാങ്ങിയെടുക്കണം തുടങ്ങിയ നിബന്ധനകളൊക്കെയും കോടതി പറഞ്ഞിരുന്നു. അത്തരം പരാമർശങ്ങളൊക്കെയും കോടതിയിൽ നിന്നുണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ 2 ദിവസം കൂടി കഴിയുമ്പോൾ ശനിയാഴ്ച അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം കരൂരിൽ ഉണ്ടാകുന്നത്. അങ്ങനെ 39 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും അത്തരത്തിലുള്ള നിയമങ്ങൾ വരുമെന്ന്, അത്തരത്തിലൊരു നിബന്ധന വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉന്മേഷ്, ശരിയെ മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ വേലുച്ചാമിപുരത്ത് നിന്ന് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു TVK എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അത് മുഹമ്മദ് റഹീസ് അറിയിക്കുന്നുണ്ട്. നേരത്തെ അവിടെ ADGP ഉൾപ്പെടെ വേലുച്ചാമിപുരത്ത് എത്തിയിരുന്നുവല്ലോ, പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിരുന്നുവല്ലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. തൊട്ടു പിന്നാലെ ഇപ്പോൾ കൂടുതൽ നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേലുച്ചാമിപുരത്ത് നിന്ന് നൽകാനുള്ള മറ്റു വിവരങ്ങളും ശ്രീജിത്ത്. ഇപ്പോൾ വേലുച്ചാമിപുരത്ത് BJP നേതാക്കൾ നടത്തുകയാണ്. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട്. അവർ ഈ വലിയൊരു സംഘമായാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ പൂർണ്ണമായി ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.